മുംബൈ ഭീകരാക്രമണം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒന്ന് വിറങ്ങലിച്ചു പോകുന്ന അവസ്ഥ. കാരണം രാജ്യം സമാന രീതിയിലുള്ള ഒരു വെല്ലുവിളി അടുത്ത കാലത്തൊന്നും നേരിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം ആ രീതിയിലുള്ള രാജ്യത്തെ നടുക്കിയ, രാജ്യത്തിന് മേലുള്ള ഒരു കടന്നാക്രമണം പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടും ലഷ്കർ ഇ തോയ്ബയ്ക്കെതിരെ അല്ലെങ്കിൽ പാകിസ്ഥാനെതിരെ എന്തുകൊണ്ട് പാക് മണ്ണിൽ പോയി ഇന്ത്യ ഒരു നടപടി സ്വീകരിച്ചില്ല, ഒരു മിലിറ്ററി ഓപ്പറേഷനോ അല്ലെങ്കിൽ ഒരു തിരിച്ചടിയോ നൽകിയില്ല എന്നുള്ളത് അന്നു മുതൽ നമ്മുടെ എല്ലാം മനസ്സിൽ നിൽക്കുന്ന ഒരു ചോദ്യമാണ്. എന്തായാലും അതിനുള്ള ഒരു ഉത്തരം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ പി ചിദംബരം, അന്നത്തെ ആഭ്യന്തര മന്ത്രിയും കോൺഗ്രസിന്റെ പ്രമുഖ നേതാവുമായ പി ചിദംബരം ഇപ്പോൾ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് അന്ന് അമേരിക്കയുടെ, പാശ്ചാത്യ രാജ്യങ്ങളുടെ പ്രത്യേകിച്ച് അമേരിക്കയുടെ അമിതമായ സമ്മർദ്ദം കാരണമാണ് ഇന്ത്യ ഒരു തിരിച്ചടിക്ക് പോകാത്തത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മൻമോഹൻ സിംഗിനെ പ്രഷറൈസ് ചെയ്യാൻ അമേരിക്കയ്ക്ക് സാധിച്ചു. കൊണ്ടലീസ റൈസ് ഇവിടെ വന്നു കണ്ട് പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്യരുത്, പാകിസ്ഥാനിൽ പോയി ആക്രമണം നടത്തരുത് എന്ന് പറയുകയാണ് ഉണ്ടായത്. കാരണം അത് കൂടുതൽ കാര്യങ്ങൾ വഷളാക്കും. അത് മാത്രമല്ല, അന്നത്തെ വിദേശകാര്യ മന്ത്രാലയവും ഈ ഒരു അറ്റാക്കിനെതിരായിരുന്നു. അത് ഇന്ത്യക്ക് തിരിച്ചടിയാകും, തൽക്കാലം മിണ്ടാതിരിക്കുന്നതാണ് നല്ലതെന്നുള്ള ആ ഒരു നിലപാടായിരുന്നു അന്നത്തെ വിദേശകാര്യമന്ത്രിയായിരുന്ന പ്രണബ് മുഖർജിയും സ്വീകരിച്ചത്. അപ്പൊ ഇന്ത്യ ഒരു സോഫ്റ്റ് സ്റ്റേറ്റ് ആയിരുന്നു UPA-യുടെ 10 വർഷത്തെ ഭരണകാലത്തിൽ എന്ന് തെളിയിക്കാൻ ഇതിലും വലിയ ഒരു തെളിവ് ആവശ്യമില്ല.